നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന 6 കിടിലം ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിഫ്റ്റ് ട്രാൻസ്ലേറ്റ്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പോൾ പ്രേമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ലൈൻ അടിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ആൺകുട്ടിയായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നു. അത് വേറൊരു രാജ്യക്കാരനാണ്, വേറൊരു ഭാഷ സംസാരിക്കുന്ന ആളാണ്. കുഴപ്പമില്ല, ഇൻസ്റ്റഗ്രാമിലോ വാട്സപ്പിലോ ഏതിലും വേണോ ചാറ്റ് ചെയ്യാം വിത്തൗട്ട് നോയിങ് ദാറ്റ് ലാംഗ്വേജ്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് സ്വിഫ്റ്റ് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങളിപ്പോൾ വാട്സപ്പ് ആണോ ഇൻസ്റ്റഗ്രാം ആണോ ഏതാണെന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റെ ലാംഗ്വേജ് ഏതാണ്, ഞാൻ ചാറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ്, എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഫ്രണ്ട് ചാറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ജോർജിയൻ സംസാരിക്കുന്ന ഒരാളുമായിട്ടാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ജോർജിയൻ ഭാഷയിലായിരിക്കുമല്ലോ ചാറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു പൊണ്ണാക്കം മനസ്സിലാവാൻ പോകില്ല. അപ്പോൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു വെള്ള സാധനം വരും. ആ വെള്ള കളർ ബബിളിലൊന്ന് ഹോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു മാഗ്നിഫയർ വരും. അത് വെച്ച് നിങ്ങളുടെ ആ ഒരു ടെക്സ്റ്റിൻ്റെ, അതായത് ആ ജോർജിയൻ ഭാഷയിലൊന്ന് ഹോവർ ചെയ്താൽ മതി, നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. കിട്ടില്ലമാണ്. പല വെബ്സൈറ്റിൽ കയറി കഥകളൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ വയ്യ. നിങ്ങൾക്ക് ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് വായിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എളുപ്പ പരിപാടിയുണ്ട്. ഫ്ലെക്സ് സ്ക്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ക്രോം ബ്രൗസറോ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് ആരോ വരും. അതിനകത്ത് ഏതെങ്കിലും ഒരു ആരോ, ഇപ്പോൾ താഴേക്കാണ് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ താഴോട്ടുള്ള ആരോ, അല്ലെങ്കിൽ മേളിലേക്കാണ് സ്വൈപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മേളിലോട്ടുള്ള ആരോ കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി ഇത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പൊക്കോളും. ഏറ്റവും താഴെ കാണുന്ന 2 ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വായിക്കാൻ കുറച്ച് പ്രയാസമുള്ളതാണ്. നിങ്ങൾ ഭയങ്കര സ്പീഡിൽ വായിക്കുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ സ്പീഡ് ഒരു 10% വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അനങ്ങി മേലേക്ക് പോകും. അടിപൊളി ആപ്ലിക്കേഷനാണ്, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ ചാർജിനനുസരിച്ച് ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന വാൾപേപ്പർ, ഡൈനാമിക് വാൾപേപ്പർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, പെർമിഷൻസ് എല്ലാം കൊടുക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി 10% അല്ലെങ്കിൽ 15% ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള വാൾപേപ്പർ അല്ലെങ്കിൽ നമ്മുടെ ഹോം സ്ക്രീൻ വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു 50% ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഫുൾ ചാർജ് ഉണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള വാൾപേപ്പർ കിടിലമാണ്. നിങ്ങളുടെ ടോട്ടൽ മൂഡിനെ മൊത്തത്തിൽ മാറ്റാനായിട്ട് ഈ വാൾപേപ്പറിന് പറ്റും. അതായത് ഫോണിൽ ചാർജ് ഇല്ലാതിരിക്കുമ്പോൾ ചാർജിലൂടെ കണക്ട് ചെയ്തിട്ട് ഇത് ചിരിച്ചു തുടങ്ങും. ചൈനീസ് ഗ്രേറ്റ് വാളിനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററി നിങ്ങൾക്കറിയോ? അല്ലെങ്കിൽ ഗിസ പിരമിഡ്സിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്കറിയോ? ഇങ്ങനെയൊന്നും അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ വണ്ടർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഡൗൺലോഡ് ചെയ്യുക. ഇതിനകത്ത് ഇഷ്ടം പോലെ നമുക്ക് പെട്ടെന്ന് അപ്പീലിംഗ് ആവുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഹിസ്റ്ററി പറഞ്ഞു തരും. ജസ്റ്റ് നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത്, ഇപ്പോൾ താജ്മഹലിൻ്റെ ഹിസ്റ്ററിയാണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ താജ്മഹൽ എടുക്കുക. അതിനുശേഷം തൊട്ട് താഴേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഡീറ്റെയിൽസും, നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ ഹിസ്റ്ററി ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനത്തിനെ കുറിച്ചിട്ട് അറിവില്ല എന്നുണ്ടെങ്കിൽ അറിവ് നേടാനായിട്ട് ഈസി ആയിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പറ്റും. നമ്മൾ ഓരോ ദിവസം എണീക്കുന്നതും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് സംഭവിക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ടായിരിക്കും അല്ലേ? പക്ഷേ ചെറുതാണെങ്കിൽ പോലും നമ്മുടെ ഒരു ദിവസത്തിൽ ഒരു 3 നല്ല കാര്യങ്ങൾ സംഭവിക്കാതിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പ്രതീക്ഷിക്കാതെ വീട്ടിൽ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് അമ്മ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരുന്നതായാലും മതി. ജസ്റ്റ് ചെയ്യേണ്ടത് ദ 3 ഗുഡ് തിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള 3 നല്ല കാര്യങ്ങൾ, വളരെ ചെറുതായാലും മതി, 3 നല്ല കാര്യങ്ങൾ എഴുതുക. ഇതൊരു ജേർണൽ പോലെ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ട്രസ്റ്റ് മീ, ഇത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അതായത് നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ എഴുതുന്നത്. ലൈഫിലല്ല, ഒരു ഡേയിൽ 3 നല്ല കാര്യങ്ങൾ ഉറപ്പായിട്ടും ഒരു മനുഷ്യൻ്റെ ഡേയിൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു പ്രശ്നം പറ്റി അതിനകത്ത് നിങ്ങൾ ഊരിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? അത് മൊത്തം എഴുതുക. എന്നിട്ട് ഒരു വർഷം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് പുറകിലേക്ക് ചിന്തിച്ച് നോക്കാൻ പറ്റും എത്രത്തോളം നല്ല കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. സോ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ദ 3 ഗുഡ് തിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. ലൈറ്റ് മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൻ്റെ ലൈറ്റ് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് എത്രത്തോളം എക്സ്പോഷറാണ് പുറത്ത്, ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റുള്ള സ്ഥലത്താവട്ടെ അല്ലെങ്കിൽ ഔട്ട്ഡോർ ആവട്ടെ, എല്ലായിടത്തും പോയി നിൽക്കുന്ന സമയത്ത് എത്രത്തോളം ലൈറ്റ് ആണുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകത്ത് മെഷർമെൻറ്റ് എടുക്കാനായിട്ട് പറ്റും. ഇത് ഫോട്ടോഗ്രാഫേഴ്സിനാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവരുടെ ഷോട്ട് എക്സ്പോസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് എക്സ്പോഷർ അലർജി ഉള്ളത്, എനിക്കറിയാനുള്ള ഒരുപാട് പേർക്ക് എക്സ്പോഷർ അലർജി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ലൈറ്റ് പെട്ടെന്ന് കണ്ണിലേക്ക് കൊള്ളുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് തുമ്മലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താതെ തുമ്മും. അപ്പോൾ അങ്ങനെ തുമ്മുന്നവർക്ക്, അങ്ങനെ അലർജി ഉള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഉറപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുക. ഈ കാണിച്ച എല്ലാ ആപ്ലിക്കേഷൻ്റെയും iOS ലിങ്ക്, അതായത് ഐഫോണിലുള്ള ലിങ്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഐഫോൺ ആണ് ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ. എന്തുകൊണ്ടെന്ന് അറിയാനായിട്ട് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും. ബൈ.